ഈ മിൽമ സപ്ലൈ ചെയ്ത നെയ്യെ പറ്റിയുള്ള വിഷയത്തിൽ 2026 ജനുവരിക്ക് ശേഷം നമ്മളിത് വാങ്ങിയിട്ടില്ല. കരാർ നിലവിലുണ്ടായിരുന്നെങ്കിലും ജനുവരിക്ക് ശേഷം അത് വാങ്ങിയില്ല. കാരണം ഞങ്ങൾക്ക് ആവശ്യത്തിന് നെയ്യായപ്പോൾ പിന്നെ സപ്ലൈ നിർത്തി. അപ്പോൾ അതിനു മുമ്പാണ് സപ്ലൈ ചെയ്തിരിക്കുന്നത്. അതിന് മുമ്പത്തെ വർഷം ഇതൊരു സ്വകാര്യ ഏജൻസിക്ക് സപ്ലൈ ചെയ്യാൻ ഓർഡർ കൊടുത്തിരുന്നു 2024-25. അതിന്റെ ഗുണനിലവാരം വളരെ മോശമായിരുന്നതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം മിൽമയ്ക്ക് ഇത് കൊടുക്കാൻ തീരുമാനിച്ചത്. ഏതായാലും ഇപ്പോൾ അതിനെപ്പറ്റി ആരോപണങ്ങൾ വന്ന സാഹചര്യത്തിൽ നമ്മൾ ഞങ്ങളുടെ വിജിലൻസിനെ കൊണ്ട് അത് കുറച്ചുകൂടെ വിശദമായിട്ട് അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്നത്തെ ബോർഡ്. ഇതിനു മുമ്പ് ഇതിനെതിരായിട്ടുള്ള വിജിലൻസ് റിപ്പോർട്ടുകളൊന്നും തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇത് സപ്ലൈ ചെയ്യുന്ന സമയത്ത് വിജിലൻസ് പരിശോധിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിലും പരാതിയൊന്നും അല്ല റിപ്പോർട്ടൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. അല്ലാതെ റിപ്പോർട്ട് വന്നിട്ട് ബോർഡ് ആക്ട് ചെയ്യാത്തതല്ല, അത് റിപ്പോർട്ടില്ല. ഇപ്പോൾ നമ്മൾ ഏതായാലും വിജിലൻസ് എസ് പിയെ ചുമതലപ്പെടുത്തുന്നത് 4-5 കാര്യങ്ങൾ അന്വേഷിക്കാനാണ്. എന്തെങ്കിലും കരാർ നടപടികൾ നമ്മളുമായിട്ടുള്ള കരാറിനകത്ത് കരാർ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതിനകത്ത് മോശപ്പെട്ട നെയ് വന്നെങ്കിൽ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് ആർക്കെങ്കിലും ഇതിനകത്ത് പങ്കാളിത്തമുണ്ടോ അല്ലെങ്കിൽ പങ്കുണ്ടോ, ഫുഡ് സേഫ്റ്റി പരിശോധനകൾ കൃത്യമായി നടന്നിട്ടുണ്ടോ, പിന്നെ ബോർഡിന് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക നഷ്ടമൊക്കെ ഇതുകൊണ്ടുണ്ടായിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങൾ വിജിലൻസ് എസ് പി അന്വേഷിച്ച് തരാനാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതാണ് ആ വിഷയത്തെപ്പറ്റിയുള്ള ബോർഡിന്റെ തീരുമാനം. നേരത്തെ അന്വേഷണം എന്ന് പറഞ്ഞാൽ കാലാകാലങ്ങളിൽ അവിടെ വരുന്ന എല്ലാ ഫുഡ് ഐറ്റത്തിന്റെയും കാര്യത്വവും ക്വാളിറ്റിയും ഒക്കെ വിജിലൻസ് റാൻഡമായിട്ട് ചെക്ക് ചെയ്യും. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അപ്പോൾ അറിയിക്കുകയും ചെയ്യും. ഇതിനെപ്പറ്റി അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിട്ടില്ല. ഈ നെയ്യെപ്പറ്റി എന്തോ എങ്ങനെ അറിയാൻ വയ്യ. അത് ഈ നമ്മുടെ അന്വേഷണത്തിന്റെ പരിധിയിലും വരും. എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ എന്നുണ്ട്. സാമ്പിൾ എടുത്ത കാര്യത്തിലൊക്കെ വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കട്ടെ. കാരണം നമുക്കിതിനകത്തുള്ള താല്പര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളാണല്ലോ ഇതിന്റെ ഗുണഭോക്താവല്ല, ദോഷഭോക്താവ്. ഗുണമല്ലല്ലോ, ദോഷമല്ലേ. എന്തോ 1 മാസത്തിനും തരാനും പറഞ്ഞിരിക്കുന്നത്. ഒരു മാസമാണ് നോക്കട്ടെ. 1 മാസത്തിനും തരാൻ. കാരണം ഇതിനകത്ത് ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർക്ക് എന്തെങ്കിലും പങ്കാളിത്തം ഉണ്ടെങ്കിലല്ലേ ഞങ്ങൾക്ക് നടപടിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ മിൽമ ഞങ്ങളെ പറ്റിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള അത് പിന്നെ അന്വേഷണത്തിന് ശേഷം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. മറ്റൊന്ന്, ഇവിടെ വേറൊരു തീരുമാനം ഇന്ന് ബോർഡ് എടുത്തത്, ഈ ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റ് ഒക്കെ വളരെ സാവകാശമാണ്, അല്ലെങ്കിൽ ഓഡിറ്റ് റിപ്പോർട്ടുകൾ ഫൈനലൈസ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പരാതികളുണ്ടല്ലോ, ഓംബുഡ്സ്മാന്റെ അടുത്തുമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വിഷയം പരിശോധിച്ചപ്പോൾ 2011 മുതലുള്ള ഓഡിറ്റ് റിപ്പോർട്ടുകൾക്കുള്ള മറുപടികൾ ഇതുവരെ മറുപടികൾ കൊടുത്ത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. 2011-12 തൊട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ എഴുത്തുകുത്തുകളുടെ കൂടെ പോയാൽ ഒരിക്കലും തീരാൻ പോണില്ല. അപ്പോൾ നമ്മളിതൊരു തീരുമാനം എടുത്തത് 2011 തൊട്ട് 16 വരെയുള്ള, അറ്റ്ലീസ്റ്റ് 10 വർഷത്തിന് മുമ്പ് വരെ ഉള്ള എങ്കിലും ഓഡിറ്റ് കഴിഞ്ഞു. പക്ഷേ ഓഡിറ്റിന്റെ മറുപടി കൊടുത്ത് ഇത് അന്തിമമായിട്ട് തീരുമാനിക്കണം, ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ 11 തൊട്ട് 16 വരെയുള്ള ഓഡിറ്റ് മറുപടികൾ തയ്യാറാക്കാനും കോടതി അത് ബോധ്യപ്പെടുത്താനും ഒക്കെ ആയിട്ട് ഒരു അദാലത്ത്, ഒരു ഓഡിറ്റ് നിവാരണ അല്ലെങ്കിൽ ഓഡിറ്റ് പാരകളുടെ മറുപടി കൊടുക്കുന്നതിനുള്ള ഒരു അദാലത്ത് നമ്മൾ ഓഗസ്റ്റ് 10 മുതൽ ഇനീഷ്യലി 1 മാസക്കാലത്തേക്ക് നടത്താനെന്ന് തീരുമാനിച്ചു. കാരണം ഇതെങ്ങനെയെങ്കിലും ഓഡിറ്റ് പരാതികൾക്കൊക്കെ മറുപടി കൊടുക്കണം. ഇത് അപ് ടു ഡേറ്റ് ആക്കാനുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ആ ഒരു തീരുമാനം കൂടെ ഉണ്ടായിരുന്നത്. ഇതൊക്കെയാണ് പറയത്തക്ക തീരുമാനങ്ങൾ. 10 വർഷത്തേക്കാണ് വരുന്നത്. അല്ലല്ല, 2011 തൊട്ട് 16 വരെ ഉള്ളതിന് മറുപടി കൊടുത്ത് തീർക്കണം. അതിനൊരു തീവ്ര യത്ന ശ്രമം എന്നുള്ള നിലയ്ക്കാണ് ഈ അദാലത്ത് നടത്തിയിരിക്കുന്നത്. 16 വരെ ആയിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടെ റീസെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പരിഹരിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ഒന്ന് തീർത്തെങ്കിലല്ലേ, 16 വരെ തീർത്തെങ്കിലേ പിന്നെ ഇതിപ്പോൾ 11-ലുള്ളവരൊക്കെ റിട്ടയർ ചെയ്ത് പോയി, ചെല്ലു മരിച്ചുപോയി, ഇതിനൊക്കെ എങ്ങനെ മറുപടി കൊടുക്കും? ഇതിങ്ങനെ എഴുതിക്കൊണ്ടിരുന്നാൽ എന്നും ഇവിടെ അക്കൗണ്ടുകൾ പെൻഡിംഗ് ആയിട്ട് കിടക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു അദാലത്ത് നടത്തി 16 വരെ അപ് ടു ഡേറ്റ് ആക്കിയിട്ട് പിന്നെ 16 തൊട്ട് 26 വരെ പിന്നെയും ബാക്കി കിടക്കും. ഇതൊക്കെയാണ് വിഷയം. അല്ലാതെ ഞാൻ രാവിലെ പറഞ്ഞല്ലോ, ഞങ്ങൾ അത് പർച്ചേസിന്റെ ആവശ്യകത വന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, അരവണയുടെ ബഫർ സ്റ്റോക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മാസപൂജയ്ക്ക് വരുന്ന നെയ്യ് തികയാത്തത് കൊണ്ടാണ് ഈ വെളിയിൽ നിന്ന് വാങ്ങിക്കേണ്ടി വന്നത്. ഇതിനു മുമ്പ് വാങ്ങിച്ചിട്ടുണ്ട്. ഈ വർഷം എന്തായാലും വാങ്ങിക്കേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. നമുക്ക് കിട്ടുന്ന നെയ്യ് ശേഖരിച്ച് വെച്ച് കളക്ട് ചെയ്ത് ബഫർ സ്റ്റോക്ക് ഉണ്ടാക്കിയാൽ മതി എന്നൊരു തീരുമാനമാണ്. അതിനകത്ത് അപകടങ്ങളുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അരവണ നിർമ്മാണം ഇപ്പോൾ തുടങ്ങും. ആവശ്യത്തിന് നെയ്യ് ഇപ്പോൾ ഉണ്ട്.
ഒരുപാട് കാലം വേണ്ടല്ലോ, ഒരു മാസമൊക്കെ ഇരിക്കും അത് ചേംബറിനകത്ത് കിടക്കുകയല്ലേ, അത് ദോഷമില്ല. ഇപ്രാവശ്യം ഏതായാലും ഞങ്ങൾ വാങ്ങണില്ല, തികഞ്ഞാലും ഇല്ലെങ്കിലും. ക്രമീകരണങ്ങളുണ്ടല്ലോ. അരവണ ബഫർ സ്റ്റോക്ക് ഇപ്പോൾ സെപ്റ്റംബറിൽ ആരംഭിക്കണം. നെയ്യ് കൊണ്ടുവരുന്നത് പറഞ്ഞാലേ അവിടെ ഓൾറെഡി ഇപ്പോൾ ഹൈക്കോടതി കഴിഞ്ഞ പ്രാവശ്യം ഈ ആഡിയ ശിഷ്ട നെയ്യുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്രമക്കേടുകൾ കണ്ടുപിടിച്ചപ്പോൾ ചില നിർദ്ദേശങ്ങൾ കോടതി തന്നിരുന്നു. ആ നിർദ്ദേശങ്ങളിൽ ഞങ്ങളിപ്പോൾ പൂർണ്ണമായും അത് നടപ്പിലാക്കിയിട്ടുണ്ട്. അത് അളക്കാനുള്ള കാര്യങ്ങൾ, ഫ്ലോ മീറ്റർ, പിന്നെ അതിന്റെ ശുദ്ധി ഉറപ്പുവരുത്താനുള്ള കാര്യങ്ങൾ, ഹീറ്റർ ഒക്കെ വെച്ചിട്ടുണ്ട്. നെയ്യ് ശുദ്ധമായ വസ്തുവാണെന്നാണല്ലോ നമ്മുടെ സങ്കല്പം. പക്ഷേ എന്നാലും അതിനകത്ത് മാലിന്യങ്ങൾ വരാം. ആ മാലിന്യങ്ങളെല്ലാം ഈ ടാങ്കിന്റെ അടിയിൽ സെഡിമെന്റ് ആയിട്ട് പോകും. ആ സെഡിമെന്റ് എടുത്ത് കളയണം. അത്രേ ഉള്ളൂ. എന്നിട്ട് മുകളിലുള്ള നെയ്യ് നമ്മൾ ക്ലിയർ നെയ്യ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെനിക്ക് അറിഞ്ഞുകൂടാ, കാരണം അത് ഞങ്ങളല്ല ഫുഡ് സേഫ്റ്റിക്കാര്. ഞങ്ങൾ ഫുഡ് സേഫ്റ്റിയുടെ സർട്ടിഫിക്കറ്റ് മാത്രമേ നോക്കുന്നുള്ളൂ. ഞാനിന്നൊരു കാര്യം കൂടെ ചോദിച്ചു. ഫുഡ് സേഫ്റ്റിക്കാരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും, പക്ഷെ എന്നാലും ഇതെടുത്ത് അരവണയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഈ നെയ്യ് ശരിയല്ല എന്ന് ആരെങ്കിലും പറഞ്ഞോ? അങ്ങനെ ഒരു പരാതി വന്നതായിട്ട് പറയുന്നില്ല. ഞാനിത് എടുത്ത് ചോദിച്ചു. സർട്ടിഫിക്കറ്റ് കാണും, പക്ഷെ എടുത്ത് ഉപയോഗിക്കുമ്പോൾ അറിയാലോ അയ്യോ ഈ നെയ്യ് കൊള്ളത്തില്ല എന്ന് അങ്ങനെ ആരും പറഞ്ഞതായിട്ട് എന്നോടാരും റിപ്പോർട്ട് ചെയ്തില്ല. ഞാനിത് എടുത്ത് ചോദിച്ചിട്ട്. മിൽമ സപ്ലൈ ചെയ്ത എല്ലാത്തിനും ക്വാളിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ട്. മിൽമ മാത്രമല്ല, ഞങ്ങൾ ഇറക്കുമതി വാങ്ങിക്കുന്ന സാധനത്തിനും ഫുഡ് ക്വാളിറ്റി സർട്ടിഫിക്കേഷനോട് കൂടിയ മോളിൽ കയറുള്ളി വരുന്ന ശർക്കരയായാലും ശരി, ചുക്കുപൊടിയായാലും ശരി, എല്ലാം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് ഈ മെറ്റീരിയൽസ് അവർ റിജക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വലിയ പരാതി വന്നു, ലോറി മുഴുവൻ തിരിച്ചു പോകണം എന്ന് പറയും. പക്ഷേ ഫുഡ് സേഫ്റ്റി വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അത് ആവശ്യമില്ല. ഞങ്ങളെല്ലാം കാര്യം ഇവിടെ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നത് അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയല്ലേ. ഫുഡ് സേഫ്റ്റി കമ്മീഷണർ ഉണ്ടല്ലോ, അവരുടെ ആളുകളും ലാബും ഒക്കെ അവിടെ സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. അതിൽ കൂടുതൽ നമുക്കൊന്നും ചെയ്യാനില്ല. ഒരു കുഴപ്പമില്ലാതെ നടത്തും. ഇപ്പൊ അങ്ങനെയല്ലേ നമ്മൾ തുടങ്ങാൻ പോകുന്നു. ഒരു കുഴപ്പമില്ല. അങ്ങനെ അതിന് കുഴപ്പമുണ്ടെന്ന് വരുമ്പോഴാണ് നമ്മൾ വെളിയിൽ നിന്ന് നെയ്യ് വാങ്ങിക്കാനുള്ള ശ്രമം നടത്തുന്നത്. അതിന്റെ ആവശ്യമില്ല. പുറമേ നിന്ന് നെയ്യ് വാങ്ങുന്നില്ല. വി ക്യാൻ മാനേജ്. ഉള്ള ഭക്തന്മാർ തരുന്ന നെയ്യ് സൂക്ഷിച്ചുപയോഗിച്ചാൽ നമുക്ക് അരവണ നിർമ്മാണത്തിലുള്ള നെയ്യ് കിട്ടും. അത് ഞാൻ ഉറപ്പിച്ച് പറയുകയാണല്ലോ. മിൽമ എത്തിക്കുന്ന നെയ്യ് ഒരേ ഗുണനിലവാരം ഉള്ളതാണെന്ന് ആർക്കെങ്കിലും ഉറപ്പുവരുത്താൻ പറ്റും? നെയ്യ്ക്ക് ഒരു ഗുണനിലവാരമുള്ളൂ, നെയ്യായിരിക്കണമെന്നേ ഉള്ളൂ. ഭക്തൻ ഭക്തിയോടുകൂടി കൊണ്ടുവരുന്ന നെയ്യെ നമുക്ക് വിശ്വസിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ വേറെ ഗവൺമെന്റ് വേറെ അന്വേഷിക്കുന്നൊക്കെ ഇല്ലേ? മിൽമയുടെ അന്വേഷണം വേറെ സമാന്തരമായിട്ടൊക്കെ നടക്കുന്നുണ്ടാവും. ഏതായാലും ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് നഷ്ടം പറ്റിയിട്ടുണ്ടോ, ഞങ്ങളുടെ ആരെങ്കിലും ഇതിനകത്ത് ഇൻവോൾവ് ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് ഞങ്ങളുടെ ബാധ്യത. അത് അന്വേഷിക്കും. ഇല്ല, ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. താങ്ക് യു.